പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ, അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച, അവർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട പ്രതികൾ നടത്തിയ ഓണാഘോഷത്തെ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. കാരണം അവിടെ അത്യാവശ്യം ഗുരുതരമായ വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു ഓണാഘോഷത്തിൻ്റെ ഭാഗമായത്. ഇവർ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്, ആ ദൃശ്യങ്ങൾ പകർത്തുന്നു, ഓണാഘോഷത്തിൻ്റെ ആ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നു. കേരള പോലീസിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു ഓണാഘോഷമായിരുന്നു അതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കുണ്ടാകുന്ന സംശയം, ഒരു കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങുന്ന പ്രതിക്ക് ഓണം ആഘോഷിക്കൂടെ എന്നുള്ളതാണ്. തീർച്ചയായും ഓണം ആഘോഷിക്കാം, പക്ഷേ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിക്കുമ്പോൾ മറ്റ് ചില പ്രത്യേകത കൂടി ഉണ്ടാകുന്നു. അന്ന് ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഓണം ആഘോഷിച്ച ദിവസമാണ്. അവിടെ ആ ഉദ്യോഗസ്ഥരുടെ ഡ്രസ് കോഡ് എന്തായിരുന്നോ അതേ ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ടായിരുന്നു പ്രതി അവിടെ ഒപ്പിടാനായി എത്തിയത്. മാത്രമല്ല, ഊഞ്ഞാൽ കണ്ടാൽ എങ്ങനെയാണ് ആടാതിരിക്കുക എന്നുള്ള തരത്തിലുള്ള ഹെഡിങ്ങോട് കൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. അവിടെ ഉയർന്നു വന്ന ആശയം എന്നത്, ഈ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഇത്ര കൃത്യമായി അറിയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡ്രസ് കോഡ് അടക്കം ധരിച്ചുകൊണ്ട് പ്രതി അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. അതായത് പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചില പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ അത് അന്വേഷണത്തെ ബാധിക്കാം, ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാം, സാക്ഷികളെ സ്വാധീനിക്കാം എന്നുള്ള തരത്തിൽ ജാമ്യം പോലും നിഷേധിക്കാറുണ്ട്. ഇവിടെ ഇതാ ജാമ്യത്തിലിറങ്ങിയ പ്രതി തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമാകുന്നത്. നമ്മൾ കാണുന്നത് കൃത്യമായി പോലീസ് സ്റ്റേഷൻ നടക്കുന്ന വിവരങ്ങൾ ഈ പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ട് ഇപ്പോഴത്തെ 6 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. അവരെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ നിന്നൊക്കെ മാറ്റുകയാണ്. SHOക്കെതിരെ എന്ത് നടപടി വേണമെന്ന് IG തലത്തിലായിരിക്കും തീരുമാനമുണ്ടാവുക. വാർത്തയുടെ വിശദാംശങ്ങളായി നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ് എങ്ങനെയാണ് ഈ പ്രതിക്ക് വളരെ കൃത്യമായി ഇതാണ് ഈ ഓണാഘോഷത്തിൻ്റെ വസ്ത്രധാരണ രീതി എന്നതുൾപ്പെടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ളത്. അപ്പോൾ അവിടെ ആഘോഷം നടക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും എങ്ങനെയാണെന്നുള്ള ചോദ്യമുണ്ട്. അതായത് അന്നേ ദിവസം ഓണാഘോഷം അവിടെ നടക്കുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രതിക്ക് കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നു എന്നത് ഉറപ്പിക്കാമായിരുന്നു. അവിടെയാണല്ലോ ഈ നടപടി പ്രധാനപ്പെട്ടതായി മാറുന്നത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ഒപ്പിടാനായി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഒപ്പിട്ട ശേഷം പുറത്തേക്ക് വരുന്നതിനിടയിൽ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ക്രമീകരിച്ചിരുന്ന ഊഞ്ഞാലിലാടുകയും ചെണ്ട കൊട്ടുകയും അതോടൊപ്പം അത്തപ്പൂക്കളത്തിന് മുന്നിൽ നിന്നും റീൽസ് ചിത്രീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ ദൃശ്യങ്ങൾ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ സംഭവം വിവാദമാവുകയായിരുന്നു. ആദ്യം സ്പെഷ്യൽ ബ്രാഞ്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് സിറ്റി പോലീസ് കമ്മീഷണറോട് DGP ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആരായുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് നടന്ന വിശദമായ അന്വേഷണത്തിലൊടുവിലാണ് ഈ സംഭവം നോക്കി നിന്ന, അല്ലെങ്കിൽ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാതിരുന്ന 6 പോലീസുകാരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റാനുള്ള നടപടി എടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്കെതിരെ എന്ത് തരത്തിലാകണം നടപടി എന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ആലോചിച്ച ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. നാം ഒന്ന് ആലോചിക്കണം, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവരുടെ ഓണാഘോഷം നടക്കുന്നു. ആ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു ഡ്രസ് കോഡ് തീരുമാനിക്കുന്നു. ആ ഡ്രസ് കോഡിൽ എല്ലാ പോലീസുകാർക്കും വസ്ത്രവും തയ്ക്കുന്നു. അതിനൊപ്പം തന്നെ പ്രതികളിൽ ചിലർക്കും, അതായത് ED അക്രമ കേസിലെ IP ബിനു അടക്കമുള്ള പ്രതികളിൽ ചിലർക്കും ഇതേ പോലീസുകാർ തന്നെ വസ്ത്രം അതേ ഡ്രസ് കോഡിൽ എടുത്തു നൽകുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, ഞങ്ങൾക്ക് ശനിയാഴ്ച ദിവസമാണ് ഓണാഘോഷം നടക്കുന്നത്, അതുകൊണ്ട് ഇതേ വസ്ത്രമിട്ട് നിങ്ങളും വരണം. ആലോചിക്കണം, ഒരു പ്രതി, ആ പ്രതിക്ക് എല്ലാ ആനുകൂല്യങ്ങളും സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അതായത് SHO അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഈ പ്രതികൾക്കടക്കം അതേ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. അതേ ഡ്രസ് കോഡിൽ അവിടെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഊഞ്ഞാലാട്ടുന്നു, ചെണ്ട കൊട്ടിക്കുന്നു, ഒപ്പം പൂക്കളത്തിന് മുന്നിൽ നിന്നും ഫോട്ടോ വരെ എടുത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ എടുപ്പിക്കുന്നു. ഇതിനെല്ലാം പോലീസുകാർ കാവലായി നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആലോചിക്കണം, ഒരു സ്റ്റേഷനിലെ ഒരു SHO ക്രിമിനലുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. ഒപ്പം തന്നെ അതേ ക്രിമിനലുകൾക്ക് പോലീസുകാർക്ക് എല്ലാം എടുത്ത അതേ ഡ്രസ് കോഡ് ആ ക്രിമിനലിനും എടുത്തു നൽകുന്നു എന്നുള്ളത് എന്ത് തരം വിരോധാഭാസമാണെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കഴിഞ്ഞ ആഴ്ചയാണ് മ്യൂസിയം SHOയെ മാറ്റി പകരം പുതിയ ആളെ അവിടേക്ക് ചുമതലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നത്. അതായത് അങ്ങനെ ഒരു ഉത്തരവ്
പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നടപടി പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യതയും കുറവാണെന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം പറഞ്ഞു വെക്കുന്നത്. അതേസമയം ഈ വിവാദങ്ങൾക്കും അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ദൃക്സാക്ഷികളായ അല്ലെങ്കിൽ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരുന്ന 6 പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രാഥമികമായ നടപടി എന്നോണം AR ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതോടൊപ്പം ഈ ഡ്രസ് കോഡ് എങ്ങനെയാണ് കൃത്യമായി വന്നതെന്ന് സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുമുണ്ട്. പക്ഷേ നിലവിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൽ അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നെങ്കിലും അങ്ങനെയല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കൃത്യമായി ഒരു പോലീസ് കോൺസ്റ്റബിൾ എടുത്തു കൊടുത്താണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പോലീസിൻ്റെ ഡ്രസ് കോഡും പ്രതികളുടെ ഡ്രസ് കോഡും ഒരുപോലെ വന്നതിന് പിന്നിൽ മറ്റ് അസ്വാഭാവികളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നതെങ്കിലും അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി SHO അടക്കമുള്ളവർ ചേർന്നിട്ട് ഈ പ്രതിക്കടക്കം, അതായത് IP ബിനുവിനടക്കം ഈ ഡ്രസ്സ് എടുത്തു നൽകിയതാണെന്ന് തന്നെയാണ് വിവരങ്ങളും പുറത്തു വരുന്നത്. കാരണം IP ബിനു ഉൾപ്പെടെയുള്ളവർ ഈ ഷർട്ടിൻ്റെ കളർ നീല കളർ ഷർട്ട് ധരിച്ചതിൻ്റെ ബില്ല്, ആ പുതിയ ഷർട്ട് വാങ്ങിയതിൻ്റെ ബില്ലടക്കം ഉദ്യോഗസ്ഥരെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് പോലീസുകാരുടെ പക്കൽ നിന്ന് വാങ്ങിയതല്ല എന്നും മറിച്ച് നഗരത്തിലൊരു പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയതാണെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് IP ബിനു കൈമാറിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും. അതായത് എനിക്ക് പോലീസുകാരല്ല ഡ്രസ്സ് എടുത്ത് തന്നത്, ഞാൻ തന്നെ ഡ്രസ്സ് വാങ്ങിയതാണ്, ഡ്രസ്സൊക്കെ വന്നത് യാദൃശികമായിട്ടാണെന്നൊക്കെയാണ് IP ബിനു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസമേ പുറത്തു വന്നത് അതങ്ങനെയല്ല, ഈ സ്റ്റേഷനിൽ തന്നെ ഒരു കോൺസ്റ്റബിൾ അടക്കമുള്ളവർ ചേർന്നിട്ട് വാങ്ങി നൽകിയതാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതേ കളർ ഡ്രസ്സ് തന്നെ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ധരിച്ച അതേ ഡ്രസ്സ് തന്നെ എങ്ങനെ ഈ പ്രതികളും ധരിച്ചു എന്നതിലാണ് ഇവിടെ ചോദ്യമുണ്ടാകുന്നത്, കൗതുകമുണ്ടാകുന്നത്. അവിടെയാണ് ഈ വിവരങ്ങൾ മുൻകൂട്ടി ആരെങ്കിലും പറഞ്ഞു നൽകിയതോ അല്ലെങ്കിൽ എടുത്തു നൽകിയാണെന്നുള്ള കൂടി വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നത്. തീർച്ചയായും അവിടെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഗൗരവമായൊരു കേസ് കൂടിയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ, അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസാണ്. ED പരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടി നമുക്കറിയുന്നതാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന ഇടതുമുന്നണിയാണ്, ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇടതുമുന്നണി ഇരിക്കുന്നത്. ഇവിടെ ഇതാ CPIMൻ്റെ അനുഭാവികളും നേതാക്കളും ഒക്കെയാണ് പ്രതിപ്പട്ടികയിലേക്ക് വന്നിട്ടുള്ളതും. ഈ ഭരണത്തിലേക്കുന്ന സമയത്തടക്കം പാർട്ടി നേതാക്കൾക്ക് പോലീസുമായുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നതാണ്. പ്രത്യേകിച്ച് UDF അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അവർ ഭരണത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള പോലീസിനെ നിയന്ത്രിക്കുന്നത് UDF ആണ്. ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് രമേശ് ചെന്നിത്തലയുമാണ്. അങ്ങനെയുള്ളപ്പോഴും പ്രതികൾക്ക് കൃത്യമായ വിവരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എന്ത് നടക്കുന്നു, എന്തൊക്കെ സംഭവിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സ്വാഭാവികമായും അറിയാൻ കഴിയുന്നത് അത് അന്വേഷണം നടക്കുകയോ പോലീസിനുള്ളിലേക്ക് കടക്കുകയോ ചെയ്യുമ്പോൾ എന്താണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന നടപടികളും നീക്കങ്ങളും എന്നുള്ളതും ചോദ്യമായി ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം പ്രതികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമുണ്ട്. ആലോചിക്കണം, ഒരു സ്റ്റേഷനിൽ നടക്കുന്ന ഇവർക്കെതിരെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് തന്നെ ചോർത്തി കൊടുക്കാൻ അതിനകത്തുനിന്ന് പോലീസുകാരുണ്ടാകുന്നു എന്നുള്ളതാണ് വിരോധാഭാസമായ കാര്യം. ഒരു പരിധിക്കപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഇടപെടൽ നടത്തുന്നതിന് രാഷ്ട്രീയമായ ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അതായത് നേരത്തെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധികളായിരുന്നവർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് ഇരുന്നിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂർ ക്രൈംബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നാലും അദ്ദേഹത്തെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു ആ ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരുന്നതെന്നാണ് മ്യൂസിയം SHOയെ അനുകൂലിക്കുന്നവർ നൽകുന്ന വിവരങ്ങളും. അതേസമയം അങ്ങനെയല്ല, ഇത് സ്വാഭാവികം മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്, അതിന് ഞങ്ങൾ സാക്ഷികളാകുക മാത്രമാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷൻ പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഊഞ്ഞാലാടാൻ പാടില്ല എന്ന് നിയമപരമായി ആരോടും പറയാനോ പറഞ്ഞു വിലക്കാനോ തങ്ങൾക്ക് കഴിയില്ല എന്നും പൂക്കളത്തിന് മുന്നിൽ നിന്നും ചിത്രമെടുക്കുന്നത് ഒരുപാട് സന്ദർശകരുണ്ടെന്നും അങ്ങനെ ചിത്രമെടുക്കരുതെന്ന് പറയാൻ കഴിയില്ല എന്നും പൊതുജനങ്ങൾ കൂടി കാണുന്നതിനാണ് അങ്ങനെ അവിടെ പൂക്കളം ഒരുക്കി എന്നുള്ള തരത്തിലുള്ള ഈ പറഞ്ഞ ന്യായീകരണങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ നടപടിയിലേക്ക് നയിച്ചത്, അതായത് ഇവർക്കെതിരെയുള്ള നടപടിയിലേക്ക് നയിച്ചത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് പോലീസിൻ്റെ ഒരു മുറയെ ചോദ്യം ചെയ്യുന്ന, മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി എന്നുള്ള വിലയിരുത്തലിൻ്റെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിക്ക് അപ്പുറത്തേക്ക് കൂടുതൽ നടപടികളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഇല്ല എന്ന് വേണം പറയാൻ. കാരണം ഇതിന് നിയമപരമായി ഈ പൂക്കളത്തിന് മുന്നിൽ നിന്നും ചിത്രം എടുക്കുന്നതിനെതിരെ ഗുരുതരമായി വകുപ്പ് ചുമത്തി കേസെടുക്കാനൊന്നും നിയമ സംവിധാനങ്ങളിൽ വ്യവസ്ഥയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ 6 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയ നടപടിയിൽ ഇത് സ്വാഭാവികമായി ഒതുക്കി പോകാൻ തന്നെയാണ് സാധ്യത. അല്ല എങ്കിൽ കഴിഞ്ഞ ആഴ്ച സ്ഥലം മാറ്റം ലഭിച്ച് പുതുതായി ചുമതലയേറ്റ SHOയെ ഇനി വീണ്ടും നടപടിയുടെ ഭാഗമായി അവിടെ നിന്ന് മാറ്റിയാൽ അതൊരു വിചിത്ര നടപടിയായി വ്യാഖ്യാനിക്കപ്പെടാനും സാധ്യതകളുണ്ട്.